കാരുണ്യവാനായ ദൈവമേ, അങ്ങേ ദിവ്യവിരുന്നിനാൽ പരിപോഷിതരായി ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ജീവദായകമായ കുരിശുമരം വഴി അങ്ങ് വീണ്ടെടുത്ത് ഞങ്ങളെ ഉയർപ്പിന്റെ മഹിമയിലേക്ക് ആനയിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാതൃത്വം വഴി മാനവവംശത്തെ തന്റെ കാരുണ്യത്താൽ വീണ്ടെടുക്കുവാൻ തിരുവുള്ളമായ ദൈവം നിങ്ങളെ തന്റെ അനുഗ്രഹത്താൽ സമ്പന്നരാകുവാൻ കനിയുമാറാകട്ടെ. ജീവന്റെ ഉടയവനെ സ്വീകരിക്കുവാൻ അർഹയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥം എപ്പോഴും എല്ലായിടത്തും നിങ്ങളുടെ ഈ ദിനം സമ്മേളിച്ചിരിക്കുന്ന നിങ്ങൾ ആത്മീയാനന്ദവും സ്വർഗീയ ദാനങ്ങളും സംപ്രാപിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യ പൂജ സമാപിച്ചു. വിശുദ്ധ
കുരിശിന്റെ നൊവേന. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശുദ്ധ കുരിശിന്റെ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലാം. രക്ഷയുടെ അടയാളമായ വിശുദ്ധ കുരിശ് എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ കുടുംബാംഗങ്ങളെയും എൻ്റെ സമൂഹത്തെയും എൻ്റെ നാടിനെയും അങ്ങേ തിരുമുൻപിൽ ഞാൻ സമർപ്പിക്കുന്നു. പൈശാചിക ബന്ധനത്തിൽ നിന്നും അതിൻ്റെ ശക്തിയിൽ നിന്നും എനിക്ക് മോചനം നൽകണമേ. ജോലിയിലും അധ്വാനത്തിലും കഴിയുന്ന എല്ലാവർക്കും വിജയം നൽകണമേ. പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾ, ദുർമരണങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, രോഗങ്ങൾ ഇവയിൽ നിന്നും സംരക്ഷണം നൽകണമേ. വിശുദ്ധ കുരിശിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിച്ചു നൽകണമേ. ആമേൻ. കുരിശാണ് രക്ഷ, കുരിശിലാണ് വിജയം, കുരിശിലാണ് മഹത്വം. കുരിശാണ് രക്ഷ, കുരിശിലാണ് വിജയം, കുരിശിലാണ് മഹത്വം. കുരിശാണ് രക്ഷ, കുരിശിലാണ് വിജയം, കുരിശിലാണ് മഹത്വം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഞങ്ങളുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷകനായ ഈശോയെ, അങ്ങ് മാനവ പരിത്രാണത്തിനായി കുരിശാകുന്ന ത്യാഗവേദിയിൽ തന്നെ പരമയാഗമായി അർപ്പിച്ചുവല്ലോ. ജീവദായകമായ അങ്ങയുടെ കുരിശുമരണം വഴി ഞങ്ങളെ ജീവന്റെയും പുനരുത്ഥാനത്തിന്റെയും മഹിമയിലേക്ക് ആനയിക്കണമേ. കുരിശിലൂടെയാണ് രക്ഷയെന്ന മഹാരഹസ്യം നിത്യമനുസ്മരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സമർപ്പണ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലാം. മനുഷ്യകുലത്തിന്റെ എണ്ണമറ്റ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ കുരിശ് വഹിച്ച് കാൽവരി കയറിയ യേശുനാഥ, അങ്ങയുടെ കുരിശു മരണം വഴി വേദനയുടെ വിലയും സഹനത്തിന്റെ മൂല്യവും രക്ഷയുടെ വഴിയും അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. ക്രൂശിതനായ ഈശോയെ മരണത്തിന്റെ മുൻപിലും ധീരതയോടെ സഹിക്കുവാൻ അങ്ങയെ പ്രേരിപ്പിച്ചത് പിതാവായ ദൈവത്തോടുള്ള അതിരറ്റ സ്നേഹവും മനുഷ്യകുലത്തോടുള്ള അനന്തമായ കാരുണ്യവുമാണല്ലോ. രക്ഷകനായ ഈശോയെ കുരിശിലെ മരണത്തിലൂടെ അങ്ങനുഭവിച്ച അപമാനവും പരിഹാസവും വേദനയും ദുഃഖവും ഞാൻ മനസ്സിലാക്കുന്നു.
വിശുദ്ധ കുരിശിലേക്ക് നോക്കുമ്പോൾ അങ്ങയുടെ കാരുണ്യവും ക്ഷമിക്കുന്ന സ്നേഹവും അനുഭവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹസ്വരൂപനായ ഈശോയെ ഏകാന്തതയുടെയും പരിത്യക്തതയുടെയും രോഗങ്ങളുടെയും നിന്ന അപമാനങ്ങളുടെയും ദാരിദ്ര്യത്തിന്റെയും നീണ്ട നാഴികകൾ ഞങ്ങളെ വലിഞ്ഞു മുറുക്കുമ്പോൾ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു എന്ന അങ്ങയുടെ പ്രാർത്ഥന ഞങ്ങളുടെ കഥനഭാരം കുറയ്ക്കട്ടെ. ഞങ്ങളുടെ കുരിശുകളുടെ ഭാരം ഇല്ലാതാക്കട്ടെ. പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം കടന്നു പോകട്ടെ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടത്തേക്കാൾ പിതാവിൻ്റെ ഇഷ്ടം നിറവേറുവാൻ ആഗ്രഹിച്ച ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലും ദൈവഹിതം നിറവേറുവാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിത്രാണകർമ്മത്തിൽ പങ്കുചേരുന്ന ഞങ്ങളെ അവിടുത്തെ സഹനത്തിലും പങ്കുചേരുവാൻ സഹായിക്കണമേ. ഈശോയുടെ വിശുദ്ധ കുരിശിനാൽ മുദ്രവെക്കപ്പെട്ട ഞങ്ങൾ കുരിശിൽ അഭിമാനം കൊള്ളുവാനും കുരിശിനെ ആശ്ലേഷിക്കുവാനും വരമരുളണമേ. ആമേൻ. വിശുദ്ധ കുരിശിന്റെ വെളിച്ചം ക്രൂശിതനായ ഈശോയെ വിനാശത്തിന്റെ കൊടുങ്കാറ്റിലും അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായം അയച്ച് ഞങ്ങളെ രക്ഷിക്കുമെന്ന് അങ്ങ് ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങയുടെ അനന്തമായ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് നിന്റെ സ്നേഹത്തിന്റെ ചെറുകിൻ കീഴിൽ അഭയം പ്രാപിക്കുന്ന ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. നാശത്തിലേക്കുള്ള വാതിൽ വീതിയുള്ളതും വഴി വിസ്താരമേറിയതുമാണെന്നും ജീവനിലേക്കുള്ള വാതിൽ ഇടുങ്ങിയതും വഴി ഞെരുക്കമുള്ളതുമാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഈശോയെ, ഞങ്ങളുടെ ജീവിത വഴിത്താരയിൽ ഞങ്ങൾക്ക് സത്യവും ജീവനും പുനരുത്ഥാനവുമായി നിത്യം ജീവിക്കുന്ന അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. പീഡനങ്ങൾ സഹിക്കുന്ന മനുഷ്യ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവർക്ക് നൽകുന്നുണ്ട്. സ്വർണവും വെള്ളിയും അഗ്നിയിൽ ശുദ്ധീകരിക്കുന്നത് പോലെ ഞങ്ങളെ സഹനത്തിന്റെ തീച്ചോടയിൽ വിശുദ്ധീകരിക്കുന്ന കർത്താവ് അങ്ങനെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. മരുഭൂമിയിൽ ഉയർത്തിയ സർപ്പത്തെ പോലെ കാൽവരിയിൽ ഉയർത്തിയ കുരിശിൽ വിശ്വാസത്തോടെ നീ ദർശിച്ചത് അങ്ങ് സത്യമായും ദൈവപുത്രനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. മാറായിലെ മരുഭൂമിയിൽ പാറ പിളർന്ന് ജനത്തിന് ദാഹജലം നൽകി പരിപാലിച്ച ദൈവമേ, അങ്ങയുടെ പുത്രനായ യേശുവിന്റെ ഭൂതാശകളുടെ ഉറവിടമായ തിരുവിലാവ് തുറന്ന് ജീവന്റെ രക്തവും ജലവും ഒഴുക്കി ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഇന്നും ജീവിക്കുന്ന കർത്താവെ ഞങ്ങളെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കിടന്ന മരണവേദന അനുഭവിക്കുമ്പോൾ അങ്ങയുടെ പാർശ്വങ്ങളിൽ ക്രൂശിക്കപ്പെട്ട കള്ളന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അനുദപിച്ച കള്ളന പ്രതീക്ഷ വാഗ്ദാനം ചെയ്യുകയും ചെയ്ത ഈശോ ഞങ്ങളെ പശ്ചാത്താപത്തിലേക്കും അനുരഞ്ജനത്തിലേക്കും നിത്യം ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. രക്ഷകനായ
അങ്ങയുടെ തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ട ജനം അനാഥരാകാതിരിക്കാൻ വേണ്ടിയുള്ള അന്ത്യമൊഴി ഞങ്ങൾ കേൾക്കുന്നു. ഇതാ നിന്റെ അമ്മ എന്നരുളി സ്വന്തം അമ്മയെ ഈ ലോകത്തിന്റെ മുഴുവൻ അമ്മയായി നൽകി അങ്ങയുടെ നിസ്സീമമായ പരിലാളനയോർത്ത് ഞങ്ങളെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എഴുന്നേറ്റ് നിന്ന് നമുക്ക് ഈ രടികൾ ആലപിക്കാം. വിശുദ്ധ കുരിശിന്റെ സംരക്ഷണത്തോട് പ്രാർത്ഥിച്ച അനുഗ്രഹം ലഭിച്ചതിന് അനുഭവ സാക്ഷ്യം. പരിശുദ്ധ കുരിശിനും വിശ്വസിനായി പരിശുദ്ധ മാതാവിന് സ്തുതി. ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി കുരിശിൽ അങ്ങ് അനുഭവിച്ച സഹനങ്ങളോടും കുരിശിൻ ചുവട്ടിൽ മാതാവ് അനുഭവിച്ച വേദനകളോടും തുലനം ചെയ്താൽ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എത്രയോ നിസ്സാരമെന്ന് ഓർത്ത് ഇനിയും ഞങ്ങളുടെ പാപങ്ങളാൽ അങ്ങയെ വേദനിപ്പിക്കില്ല എന്ന് ഉറച്ച് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും വേദനകളും കുരിശിൻ ചുവട്ടിൽ സമർപ്പിച്ച് വിശുദ്ധ കുരിശിനോടും മാതാവിനോടും മുട്ടിപ്പായി പ്രാർത്ഥിച്ച് വചന സന്ദേശത്തിൽ നിന്ന് ലഭിച്ച വിശ്വാസ ധൈര്യത്തോടു കൂടി പള്ളിയിൽ വന്ന അച്ഛനെ കണ്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി മകന് ജോലി ലഭിക്കുകയും ഒക്ടോബർ 27 ചൊവ്വാഴ്ച ട്രെയിനിയായി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ഇത്രയും വലിയ അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിന് ചെയ്തു തന്ന വിശുദ്ധ പുരുഷനും ഈശോയ്ക്കും മാതാവിനും വിശുദ്ധ ഔസേപ്പിതാവിനും 1000 നന്ദി എന്ന് വിശുദ്ധ പുരുഷന്റെ മകൻ മാനുവൽ ജോ. സ്നേഹം നിറഞ്ഞവരെ, ഈ അനുഭവ സാക്ഷ്യം നമുക്കും എഴുതിയിടാൻ ഒരു പ്രചോദനമായി വിശുദ്ധ പുരുഷന്റെ സംരക്ഷണം പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുപോലെ ഒരു അനുഭവ സാക്ഷ്യം എഴുതിയിടാൻ വിശുദ്ധ പുരുഷന്റെ സംരക്ഷണം ലഭിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ നൊവേനയും ഇന്നത്തെ കുർബാനയും ഏറ്റെടുത്ത് നടത്തുന്ന എല്ലാ വ്യക്തികളെയും ഈ നൊവേനയിൽ അവരുടെ നിയോഗങ്ങളെ സമർപ്പിക്കുകയാണ്. യൂട്രസിൽ വന്നിരിക്കുന്ന സിസ്റ്റർ മാറിക്കിട്ടാൻ പ്രാർത്ഥിക്കുന്ന കാച്ചപ്പള്ളി സിസിലി ഷാജനെ സമർപ്പിക്കുന്നു. കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പുത്തൻ വീട്ടിൽ ദേവസി തോമസിന്റെ നിയോഗം സമർപ്പിക്കുന്നു. പുത്തൻ വീട്ടിൽ ഫാദർ ആൻഡസ്, സിസ്റ്റർ ദിവ്യ എന്നിവരുടെ പ്രത്യേക നിയോഗങ്ങളെ സമർപ്പിക്കുന്ന ഏതൊക്കെ നിയോഗങ്ങളാണോ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഇവർ ഇന്നത്തെ ഈ നൊവേനയും പരിശുദ്ധ കുർബാനയും ഏറ്റെടുത്ത് നടത്തുന്നത്. ആ പ്രത്യേക നിയോഗങ്ങൾ വിശുദ്ധ പുരുഷന്റെ സംരക്ഷണയിൽ ഇവർക്ക് സാധിച്ചു കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അവരോട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഓർത്തുകൊണ്ട് നമുക്ക് വിശുദ്ധ പുരുഷന്റെ സംരക്ഷണം നമുക്ക് വേണ്ടിയും പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയും അർപ്പിക്കാം. നമുക്ക് മുട്ടിപ്പിൽ നിന്ന് മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവർ തന്നെ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശുകളെടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന അങ്ങയുടെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ഞങ്ങളെ ജീവിതത്തിൽ എല്ലാ കുരിശുകളും വഹിക്കാനുള്ള ശക്തി നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് ആശ്വാസവും അഭയവുമായി എന്നും അവരെ സുഖപ്പെടുത്തുന്ന കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാരീരികവും മാനസികവും ആത്മീയവുമായ രോഗങ്ങളാൽ വേദനിക്കുന്ന എല്ലാ രോഗികൾക്കും സൗഖ്യം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യസഹജമായ രോഗത്താലും വ്യതകളാലും കഷ്ടത അനുഭവിക്കുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, മാതാപിതാക്കന്മാർ എന്നിവരെ അങ്ങയുടെ സജീവ സാന്നിധ്യത്താൽ ശക്തിപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
പ്രവേശിക്കാൻ കഴിയാതെ നിൽക്കുന്ന ഞങ്ങളുടെ യുവതി യുവാക്കന്മാരുടെ വിവാഹ തടസ്സം മാറ്റി കൊടുക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാമ്പത്യ ജീവിതത്തിന്റെ പരിശുദ്ധിയിൽ മാതാപിതാക്കളും മക്കളും അവരുടെ പരസ്പരമുള്ള കടമകൾ നിർവഹിച്ച് കുടുംബജീവിതം തിരുക്കുടുംബത്തിന് മാതൃകയിൽ പരസ്പര സ്നേഹത്തിലും വിശ്വസ്തതയിലും അംഗീകരിച്ചും ആദരിച്ചും ജീവിക്കുവാൻ കൃപ നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യുവജനത്തിന് ഏറ്റവും പ്രിയങ്കരനും ആശാകേന്ദ്രവുമായി ഈശോയെ സ്ഥിരമായി ജോലിയില്ലാതെ നിരാശരായി കഴിയുന്ന ഞങ്ങളുടെ യുവതി യുവാക്കന്മാർക്ക് അങ്ങയുടെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ ഒരു വഴി തുറന്നു കൊടുക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ഉറവിടമായി കർത്താവ് ഞങ്ങളുടെ വിദ്യാർത്ഥിനികൾക്ക് പഠിക്കാനുള്ള ബുദ്ധി ഉത്സാഹവും നൽകി വിവേകത്തിലും വിജ്ഞാനത്തിലും വിശുദ്ധിയിലും വളർന്ന് സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും നന്മ ചെയ്ത് ജീവിക്കുവാനുള്ള വരം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നിശബ്ദമായി കരങ്ങൾ കൂപ്പി നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഓർക്കാനുള്ള നിമിഷമാണ്. രണ്ട് പ്രത്യേകതകൾ. വിശുദ്ധ കുരിശിന്റെ പ്രത്യേക സംരക്ഷണം പ്രാർത്ഥിക്കുന്ന ദിവസം, ജപമാല മാസത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥം നമ്മൾ പ്രാർത്ഥിക്കുന്ന ദിവസം, പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ കുരിശിന്റെയും പ്രത്യേക സംരക്ഷണത്തിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ ഈ നിമിഷം നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ നന്മകളുടെയും നിറകുടമായ ഈശോയെ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ കുരിശുമായി ഞങ്ങൾ മുന്നേറുമ്പോൾ തളർന്നു പോകാതിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ താങ്ങണമേ. ജീവിതത്തിലെ എല്ലാ കുരിശുകളും സഹനങ്ങളും സമചിത്തതയോടെ സ്വീകരിക്കുവാനും അവ ഞങ്ങളുടെ ആത്മരക്ഷയ്ക്ക് ഉപകരിക്കുന്നവയാണെന്ന് ചിന്തിച്ച് ജീവിതം നയിക്കുവാനും ഞങ്ങൾക്കിടയാകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ശിരസ്സ് നമിച്ച് വിശുദ്ധ കുരിശിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഓർത്ത് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. വിശുദ്ധ കുരിശിന്റെ രക്ഷാകരമായ അടയാളത്തിൽ സർവശക്തനായ ദൈവം ഇന്ന് ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളായ നിങ്ങളെയും വിവിധ മാധ്യമങ്ങളിലൂടെ ഈ നൊവേന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും മുദ്രിതരാക്കുമാറാകട്ടെ. നിങ്ങളെല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും കാത്ത് സംരക്ഷിക്കുവാൻ കാവൽ മാലാഖമാരെ അയക്കട്ടെ. നിങ്ങളെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങളും രോഗപീഠകളും തടസ്സങ്ങളും യേശുവിന്റെ വിശുദ്ധ കുരിശിന്റെ ശക്തിയാണ് വിട്ടുമാറിപ്പോകുമാറാകട്ടെ. എല്ലാവിധ പൈശാചിക ശക്തികളുടെ ബന്ധനങ്ങളും നാരകീയ ശക്തികളുടെ കോട്ടകളും യേശുവിന്റെ വിശുദ്ധ കുരിശിന്റെ ശക്തിയാണ് തകർന്നു പോകുമാറാകട്ടെ. നിങ്ങളുടെ ഭവനങ്ങളും ഭവനത്തിന്റെ നാലതിരുകളും വിശുദ്ധ കുരിശിന്റെ ശക്തിയാണ് മുദ്രിതമാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ തൊഴിൽ മേഖലകൾ, ബിസിനസ് മേഖലകൾ, വ്യാപാര സ്ഥാപനങ്ങൾ സാമ്പത്തിക നേട്ടത്താൽ അഭിവൃദ്ധി പ്രാപിക്കുമാറാകട്ടെ. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വിശുദ്ധ കുരിശിനാൽ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം വിശുദ്ധ കുരിശിന്റെ നൊവേനയിൽ പങ്കെടുക്കുന്ന നിങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുടെ ഉദ്യമങ്ങളിലും പ്രാർത്ഥനകളിലും സമൃദ്ധമായി ഉണ്ടാകുമാറാകട്ടെ. ജപമാലയ്ക്ക് നേതൃത്വം നൽകാനുള്ള കുടുംബ യൂണിറ്റുകളുടെ അതിനായിട്ടൊരു
ഈ
അങ്ങയുടെ
Amen.
ും
ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിന് സ്മാരകമായി വിസ്മയാപകമായി കൂദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിന്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറും അങ്ങയുടെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹമരുളണമെന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശിരസ് നമിച്ച് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദത്തിനായി നമ്മളെ തന്നെ നമുക്ക് ഒരുക്കാം. കഴിഞ്ഞ 10 ദിവസമായി തുടർച്ചയായി പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം തേടി നമ്മുടെ കുടുംബങ്ങൾ ഒരുമിച്ച്, ഇടവക ഒരുമിച്ച് ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിലിരുന്ന് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയായിരുന്നു. ചില നിയോഗങ്ങൾ ഈ 10 ദിവസങ്ങളിൽ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. ഈ ജപമാല മാസത്തിൽ ചില നിയോഗങ്ങൾ നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. കൊന്ത നേർച്ച നടത്തിക്കൊണ്ട് ചില നിയോഗങ്ങൾ പ്രത്യേകമായി നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. എല്ലാ നിയോഗങ്ങളും നമുക്ക് ഓർക്കാം. പരിശുദ്ധമ്മ ഈശോയിൽ നിന്നാണ് നമുക്ക് അനുഗ്രഹങ്ങൾ വാങ്ങി തരുന്നത്. നമ്മൾ പരിശുദ്ധമ്മയിൽ സമർപ്പിച്ച് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം തേടി സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും ഈശോ നമുക്ക് സാധിച്ചു തരാൻ വേണ്ടി ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം ശിരസിച്ച് സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വരിച്ചു. പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭംധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇതാ കർത്താവിന്റെ ദാസന്റെ വചനം പോലെ ഇതിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശു മരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോയ്ക്കും നമുക്ക് പരസ്പരവും സ്തുതി പറയാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹപ്രദവരെ ഒരു നിമിഷം ഇരിക്കാം. ഇന്നത്തെ ദിവ്യബലിക്കും ഇന്നത്തെ ജപമാലയ്ക്കും നേതൃത്വം നൽകിയത് 13-ാം നമ്പർ കുടുംബ യൂണിറ്റും 14-ാം നമ്പർ കുടുംബ യൂണിറ്റും ചേർന്നാണ്. വളരെ നന്നായി ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയ ഈ 2 കുടുംബ യൂണിറ്റുകൾക്കും വളരെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. നാളെ
ഒക്ടോബർ 31 ജപമാല മാസത്തിൻ്റെ സമാപന ദിനമാണ്. നാളെ നമ്മൾ നേരത്തെ അറിയിച്ചിരുന്നത് പോലെ കൊന്ത ഉണ്ടാക്കൽ മത്സരം, നേർച്ച. ഉണ്ടാക്കിയ കൊന്തകള് പള്ളിയിലേക്ക് എത്തിക്കേണ്ടത് 2 മണി മുതൽ 3 മണി വരെയുള്ള സമയമാണ്. ആ സമയത്ത് നിങ്ങൾ കൊന്തയുമായി വരുമ്പോൾ ഒരു കുറിപ്പ് നിങ്ങളുടെ കൊന്തയുടെ കൂടെ ഉണ്ടാകണം. ഏതൊക്കെ വസ്തുക്കൾ ഉപയോഗിച്ചാണ് ആ കൊന്ത ഉണ്ടാക്കിയത് എന്നാണ് ആ കുറിപ്പിൽ എഴുതേണ്ടത്. നിങ്ങളുടെ പേര് അതിൽ ഉണ്ടാകരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. 3 മണി കഴിഞ്ഞാൽ മത്സരത്തിന് പിന്നീട് വരുന്ന കൊന്തകൾ പരിഗണിക്കുന്നതല്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു നമ്പർ, ചെസ് നമ്പർ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അതായിരിക്കും, ആ നമ്പർ മാത്രമായിരിക്കും നിങ്ങൾ ജഡ്ജസ് വരുമ്പോൾ അവർ പരിഗണിക്കുന്നത്. 4 മണി മുതൽ വൈകുന്നേരം 4 മണി മുതൽ രാത്രി 9:30 മണി വരെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന കൊന്തകൾ നമ്മുടെ പള്ളി ഹാളിൽ പ്രദർശനത്തിന് ഉണ്ടായിരിക്കും. അതിനുശേഷമായിരിക്കും, രാത്രി 9:30 ശേഷമായിരിക്കും കൊന്ത ഉണ്ടാക്കിയവർക്ക് കൊന്ത തിരിച്ച് എടുക്കാനുള്ള സൗകര്യം എന്ന് ഓർമ്മിപ്പിക്കുന്നു. നാളത്തെ കുർബാനയ്ക്കും ജപമാലയ്ക്കും ശേഷമായിരിക്കും ഈ കൊന്ത ഉണ്ടാക്കൽ മത്സരത്തിന് 1, 2, 3 സ്ഥാനം നേടിയവർക്ക് സമ്മാന ദാനം നൽകുന്നത്. നാളെ ഗോതിരത്ത് വലിയ പള്ളിയിൽ നിന്ന് മാതാവിൻ്റെ തിരുസ്വരൂപവും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുസ്വരൂപവും റോഡിലൂടെ വാഹനത്തിൽ നമ്മുടെ ഇടവക അതിർത്തിയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഏകദേശം 4 മണിയാകുമ്പോൾ പള്ളിയിൽ നിന്ന് ഇറക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ലിങ്ക് പാലത്തിനടുത്തുള്ള കുരിശിന്റെ ആ ജംഗ്ഷനിലാണ്, അതിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ പള്ളിയിൽ നിന്ന് നമ്മൾ ഏകദേശം 4:30 മണിയാകുമ്പോഴേക്കും എത്തുമെന്നാണ് വിചാരിക്കുന്നത്. നമ്മളൊരു സ്വീകരണം പരിശുദ്ധ അമ്മയ്ക്കും വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യവാളന്റെ രൂപത്തിനും അവിടെ വെച്ച് നൽകുന്നുണ്ട്. നമ്മുടെ മാലയിട്ട് പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപവും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുസ്വരൂപവും സ്വീകരിക്കുന്നുണ്ട്. അച്ഛൻ അറിയിച്ചു എന്ന് മാത്രമുണ്ട്. അവിടെ ആളുകൾ വരാൻ ഉദ്ദേശിക്കുന്നില്ല. അധികം പേര് വന്നാൽ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നാളെ നമ്മുടെ പള്ളിയിലെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നത് വൈകുന്നേരം 5:15 പ്രസുദേത്തി വാഴ്ചയാണ്. നമ്മുടെ കടവിലെ കപ്പേളയിലെ തിരുനാള് വർഷങ്ങളായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് ഒക്ടോബർ 31 അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രാവശ്യം അത് നടത്താനായിട്ട് കർഫ്യൂ ഒക്കെ ഉള്ളത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും നമ്മൾ നാളെ തന്നെ പ്രസിദ്ധേന്തിയെ വാഴിക്കും. അത് 5:15 5:30 മണിക്ക് ദിവ്യബലി. അതിനെ തുടർന്ന് ദൈവാലയത്തിൽ വെച്ച് ആഘോഷമായ ജപമാല. അതിനെ തുടർന്നാണ് പരിശുദ്ധ ദൈവമാതാവിന്റെ തിരുസ്വരൂപം എഴുന്നള്ളിച്ച് ബോട്ടിലേക്ക് കയറ്റി പുഴയിലൂടെ ഗോതിരത്ത് കര ചുറ്റിയുള്ള പരിശുദ്ധമ്മയുടെ സംരക്ഷണ പ്രദക്ഷിണം നമ്മൾ നടത്തുന്നത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നാളത്തെ ദിവ്യബലിക്ക് നേതൃത്വം നൽകേണ്ടത് മാതാവിന്റെ നാമധാരികളും പരിശുദ്ധമ്മയുടെ പേരുള്ളവരാണ്. നാളത്തെ ദിവ്യബലിക്ക് നേതൃത്വം നൽകേണ്ടത് അവർ തന്നെയാണ്. വായനയും വിശ്വാസികളുടെ പ്രാർത്ഥനയും കാഴ്ചവെപ്പ് നടത്തേണ്ടത്. ഇനി ആർക്കെങ്കിലും പ്രത്യേകമായ താല്പര്യമുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഈ മാസം പ്രത്യേക അനുഗ്രഹങ്ങൾ പരിശുദ്ധമ്മയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്കും കാഴ്ചവെപ്പില് പങ്കുചേരാവുന്നതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. സംരക്ഷണ പ്രദക്ഷിണം ഏകദേശം ഒരു 7:30 മണിയാകുമ്പോഴായിരിക്കും നമ്മുടെ പള്ളിയിൽ നിന്ന് ആരംഭിക്കുന്നത്. പള്ളിയിൽ നിന്ന് ധൂപം എഴുന്നള്ളിച്ച് ബോട്ടിൽ കയറ്റി തെക്കോട്ട് ലിങ്ക് പാലത്തിന് അടിയിലൂടെ ഗോതിരത്തിനും തെക്കേത്തുരുത്തിനും ഇടയിലുള്ള പുഴയിലൂടെ വടുക്കമ്പുറം പുഴ വഴി വലിയ പുഴയിലേക്ക് പ്രവേശിച്ചു. അവിടെ നിന്നും കുറുമ്പത്തിരുത്ത് ഗോതിരത്ത് വഴി നമ്മുടെ പള്ളിയിലേക്ക് തിരിച്ചു വരുന്ന രീതിയിലാണ് നമ്മുടെ
ഈ സംരക്ഷണ പ്രദക്ഷിണം ഒരുക്കിയിട്ടുള്ളത്. നിരവധി സ്ഥലങ്ങളിൽ പരിശുദ്ധ ദൈവമാതാവിനെ മാലയിട്ട് സ്വീകരിക്കാനും പുഷ്പവൃഷ്ടി നടത്താനും ഒക്കെ ആളുകൾ ഒരുങ്ങി കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ പ്രത്യേകിച്ച് അച്ഛന് പറയാനുള്ളത്, നിങ്ങൾക്ക് പരിചയമുള്ളവരാരെങ്കിലുമൊക്കെ പുഴയുടെ അരികിലുണ്ടെങ്കിൽ, ഇനിയും അവരറിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങളൊന്ന് അവരെ വിളിച്ചറിയിക്കണമെന്നും, ഒരു തിരിയെങ്കിലും മാതാവിൻ്റെ തിരുസ്വരൂപം കടന്നു പോകുമ്പോൾ അവരുടെ പുഴയുടെ അരികിൽ അവരുടെ വീടിനടുത്ത് കത്തിക്കണമെന്നും, പറ്റുമെങ്കിൽ ഇത്തിരി പോകുമെങ്കിൽ ചിലപ്പോൾ നമുക്ക് തൊട്ടരികിലൂടെ ഒന്നും ചിലപ്പോൾ കടന്നു പോകാൻ പറ്റില്ല. വെള്ളം ഏറ്റം കയറുന്നത് നാളെ 6 മണിക്കാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വന്നാൽ 7:30 മണിക്ക് മാത്രമേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ചിലപ്പോൾ തൊട്ടരികിലേക്ക് അടുപ്പിക്കാൻ പറ്റില്ല ബോട്ട്, എങ്കിൽ പോലും അവിടെ നിന്ന് നിങ്ങൾക്ക് മാതാവിൻ്റെ തിരുസ്വരൂപം കടന്നു പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് പുഴയിലേക്ക് എറിഞ്ഞ് തന്നെ മാതാവിനെ നിങ്ങൾക്ക് പുഷ്പവൃഷ്ടി നടത്താവുന്നതാണ് എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഇരു കരങ്ങളെയും വെഞ്ചരിച്ചുകൊണ്ടാണ് ഈ പ്രദക്ഷിണം കടന്നു പോകുന്നത്. പരിശുദ്ധ ദൈവമാതാവിന്റെ തിരുസ്വരൂപം ബോട്ടിലേക്ക് കയറ്റിയാൽ ഉടനെ തന്നെ നമ്മുടെ ജപമാല ആരംഭിക്കും. തുടർച്ചയായി ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ യാചിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഈ പ്രദക്ഷിണം നടത്തുന്നത്. നമ്മുടെ ബോട്ടിലാകെ 10 പേർക്ക് മാത്രമാണ് കയറാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർ പ്രദക്ഷിണം കടന്നു പോകുമ്പോൾ പുഴയുടെ അരികിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, നമ്മളുടെ COVID-19 പ്രോട്ടോക്കോളുകൾ പാലിച്ചായിരിക്കണം നിങ്ങൾ ഈ പ്രദക്ഷിണം വീക്ഷിക്കേണ്ടതും ഇതിൽ പങ്കുചേരേണ്ടതും എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഈ പ്രദക്ഷിണം കടന്നു പോകുമ്പോൾ ലൈവായി നമ്മുടെ പള്ളിയിൽ നിന്ന് നമ്മുടെ ഫേസ്ബുക്കിൽ അതിൻ്റെ ലൈവ് ഉണ്ടാകും എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നാളെ രാവിലെ 9 മണിയാകുമ്പോൾ ഇവിടെ പള്ളിയുടെ മുൻപിലെ ബോട്ട് കൊണ്ടുവന്ന് കെട്ടും. ബോട്ടിലൊക്കെ അലങ്കാരം നടത്തേണ്ടത് നമ്മളൊക്കെ തന്നെയാണ്. നമ്മുടെ പള്ളിയുടെ ചുറ്റുവട്ടമുള്ള മരങ്ങളിലൊക്കെ കുറച്ച് നമുക്ക് സീരിയൽ ലൈറ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ഇടാനായിട്ട് കഴിയുന്നവർ നാളെ പകലൊക്കെ ഒന്ന് വന്ന് സഹായിച്ച് നമുക്ക് ഭംഗിയാക്കണം. മാതാവിൻ്റെ ഈ 31-ാം തീയതിയിലെ ജപമാല മാസത്തിന്റെ സമാപനം അച്ഛൻ അർപ്പിച്ചു പറയുന്ന ഒരു മംഗളവാർത്തയ്ക്ക് നേതൃത്വം കൊടുത്തവളാണ് പരിശുദ്ധ. ഈ 31 ദിവസവും നമ്മൾ പ്രാർത്ഥിച്ച് യോഗങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മംഗളവാർത്ത നമുക്കും നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം. വിശ്വസിക്കുന്നവർക്ക് ലഭിക്കും. വിശ്വസിച്ചവളാണ് പരിശുദ്ധ അമ്മ. അവൾക്ക് ആണ് ആ മംഗളവാർത്ത ലഭിച്ചത്. ആ മംഗളവാർത്ത നമുക്കൊരു മംഗളവാർത്ത ലഭിക്കും എന്ന് ഈ 31 ദിവസങ്ങൾ പൂർത്തിയാകുമ്പോൾ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഈ തിരുക്കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുക. കൊന്ത നേർച്ച നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നാളെ ഉച്ച വരെ നിങ്ങൾക്ക് തിരുസ്വരൂപത്തിൽ കൊണ്ടുവന്ന് നിങ്ങൾ നേർച്ച നേർന്ന കൊന്തകൾ സമർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടാകും എന്ന് ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരുടെയും സഹകരണം അച്ഛൻ വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് സാമ്പത്തികമായി കുറച്ച് ചെലവൊക്കെ ഉണ്ട്. കഴിയുന്നവർ എല്ലാം സ്പോൺസർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും സാമ്പത്തിക സഹായം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് നാളത്തെ തിരുക്കർമ്മങ്ങളുടെ ചെലവിലേക്ക് നിങ്ങൾ നൽകണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാർത്ഥനയാണ്. നാളെ കാലാവസ്ഥ ഒരു തടസ്സവും മാതാവിൻ്റെ ഈ ജപമാല മാസത്തിന്റെ സമാപനത്തിനോ സംരക്ഷണ പ്രദക്ഷിണത്തിനോ ഒന്നും ഇല്ലാതിരിക്കാൻ പ്രത്യേകമായി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അച്ഛൻ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് സമാപന ഗാനത്തിനായി എഴുന്നേറ്റ് നിൽക്കാം.